ഈ കാലവർഷത്തിൽ 1000 mm മഴ ലഭിക്കുന്ന ആദ്യ ജില്ലയായി കണ്ണൂർ. ജൂലൈ 7 വരെ കണ്ണൂർ ജില്ലയിൽ ലഭിച്ചത് 1025 mm മഴ. അതേസമയം കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കുറവ് മഴയാണ് ഈ വർഷം. ആയിഷത്തുൽ ഷബ്നയുടെ റിപ്പോർട്ടിലേക്ക്. ജൂൺ 1 മുതൽ ജൂലൈ 7 വരെയുള്ള ഒരു മഴയുടെ കണക്കാണ് നോക്കുന്നത്. ആദ്യം തന്നെ നോക്കുന്നത് ഇതിൽ സംസ്ഥാനത്താകെ ജൂലൈ 7 വരെ ലഭിക്കേണ്ടിയിരുന്നത് 799.6 mm മഴയായിരുന്നു. എന്നാൽ സംസ്ഥാനത്താകെ അതുവരെ ലഭിച്ചത് 589.5 mm മഴ മാത്രമാണ്. അതായത് 26% മഴ കുറവാണ് ജൂൺ 1 മുതൽ ജൂലൈ 7 വരെ സംസ്ഥാനത്ത് ലഭിച്ചത്. എന്നാൽ കണ്ണൂർ ജില്ലയിലാണ് സാധാരണഗതിയിൽ ഇത്തവണ മഴ ലഭിച്ചത്. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് മഴ എല്ലാ ജില്ലകളിലും മഴ കുറവ് മാത്രമാണ് ഇത്തവണ ഈ കാലവർഷത്തിൽ ലഭിച്ചത്. എന്നാൽ കണ്ണൂർ ജില്ലയിൽ സാധാരണഗതിയിൽ മഴ ലഭിച്ചു. സാധാരണഗതിയിൽ 1905.2 mm മഴയാണ് കണ്ണൂർ ജില്ലയിൽ ലഭിക്കേണ്ടത്. അത് ഏകദേശം അതിനോടടുത്ത് 1025.9 mm മഴ കണ്ണൂരിൽ ലഭിച്ചിട്ടുണ്ട്. അതായത് 6% മഴ മാത്രമേ കുറവുള്ളൂ. എന്നാൽ വയനാട്, ഇടുക്കി ജില്ലകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ വളരെ കുറവ് മഴയാണ് ഇത്തവണത്തെ കാലവർഷത്തിൽ വയനാടും ഇടുക്കിയും ലഭിച്ചത്. 917.5 mm മഴ ലഭിക്കേണ്ടിടത്ത് 547.5 mm മഴയാണ് വയനാട് ജില്ലയിൽ ലഭിച്ചത്. അതായത് 40% കുറവാണ് വയനാട് ജില്ലയിൽ ഇത്തവണ രേഖപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ 909.3 mm മഴ രേഖപ്പെടുത്തേണ്ടടുത്ത് 524.6 mm മഴയാണ് ഇടുക്കി ജില്ലയിൽ രേഖപ്പെടുത്തിയത്. അതായത് 42% മഴ കുറവാണ് ഇടുക്കി ജില്ലയിൽ ഇത്തവണത്തെ മൺസൂണിൽ രേഖപ്പെടുത്തിയത്. ജൂൺ 1 മുതൽ ജൂലൈ 7 വരെയുള്ള ഒരു കണക്കാണിത്. അതോടൊപ്പം ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലും മഴ കുറവ് മാത്രമാണ് രേഖപ്പെടുത്തിയത്. പാലക്കാട് 29% മഴ കുറവ് രേഖപ്പെടുത്തി. അതുപോലെ തൃശ്ശൂർ 25% മഴ കുറവായിരുന്നു. മലപ്പുറത്ത് 26% മഴ കുറവായിരുന്നു. ഇങ്ങനെ ഓരോ ജില്ലകളിലും മഴ കുറവാണ്. കണ്ണൂർ മാത്രമാണ് സാധാരണഗതിയിൽ മഴ ലഭിച്ചത്. ഇനി ജൂൺ മാസത്തെ മാത്രം കണക്കെടുക്കുകയാണെങ്കിൽ ഇതിൽ കേരളത്തിൽ ആകെ മൊത്തം ലഭിക്കേണ്ടിയിരുന്നത് 648.2 mm മഴയാണ്. അതിൽ 489.2 mm മഴയാണ് കേരളത്തിൽ ജൂൺ 1 മുതൽ ജൂൺ 30 വരെ ലഭിച്ചത്. അതിൽ തന്നെ കണ്ണൂർ, നേരത്തെ പോലെ തന്നെ കണ്ണൂരാണ് സാധാരണഗതിയിൽ മഴ ലഭിച്ചത്. കണ്ണൂർ കഴിഞ്ഞ മാസം ലഭിക്കേണ്ടിയിരുന്നത് 879.1 mm മഴയായിരുന്നു. അത് 757.5 mm മഴ കണ്ണൂർ ജില്ലയിൽ ലഭിച്ചിട്ടുണ്ട്. അതായത് 14% കുറവേ ഉള്ളൂ. ബാക്കി എല്ലാ കാസർഗോഡ് മഴ കുറവാണ് ലഭിച്ചത്. പക്ഷേ ഇത് ഗ്രീൻ കളർ കാണിക്കുന്നത് എന്തോ ടെക്നിക്കൽ എറർ സംഭവിച്ചതാണെന്ന് തോന്നുന്നു. എന്തായാലും കാസർഗോഡ് 24% മഴ കുറവാണ് ജൂൺ 1 മുതൽ 30 വരെയുള്ള കണക്കുകളിൽ മഴ കുറവാണ് രേഖപ്പെടുത്തിയത്. മറ്റെല്ലാ ജില്ലകളിലും മഴ കുറവ് തന്നെയായിരുന്നു ജൂണിൽ രേഖപ്പെടുത്തിയത്. ഇനി ജൂണിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച പ്രദേശങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ കുറ്റ്യാടിയിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത്. കോഴിക്കോട് കുറ്റ്യാടിയിലാണ് 1389 mm മഴയാണ് കുറ്റ്യാടിയിൽ മാത്രം കഴിഞ്ഞ ജൂണിൽ ലഭിച്ചത്. ഒപ്പം വടകര, അയ്യങ്കുന്ന്, കക്കി, മധൂർ, പാലപ്പുഴ പ്രദേശങ്ങളിൽ കൂടുതൽ മഴ ലഭിച്ചു. ഇത്രയുമാണ് ജൂണിലെ ഒരു കണക്ക്. ഇതിൽ തന്നെ ജൂൺ 27-ാം തീയതിയാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് എന്ന ഒരു കണക്ക് കൂടി വ്യക്തമാക്കാൻ കഴിയും. മുമ്പ് ജൂൺ 9-നായിരുന്നു ഏറ്റവും കൂടുതൽ മഴ ഉണ്ടായിരുന്നത്. അതിനുശേഷം ജൂൺ 27-നാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത്. അപ്പോഴും സാധാരണഗതിയിൽ ലഭിക്കേണ്ടത് 648.2 mm മഴയാണ്. അത് 489.2 mm മഴ മാത്രമേ ജൂണിൽ ലഭിച്ചിട്ടുള്ളൂ. അത് ജൂൺ 27-നായിരുന്നു ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത്. എന്തായാലും കണ്ണൂർ ജില്ലയിലാണ് നിലവിൽ ഇപ്പോൾ 1000 mm മുകളിൽ മഴ ലഭിച്ച് കണ്ണൂർ ജില്ലയിൽ മാത്രമാണ് അത്രയും മഴ ലഭിച്ചത്, സാധാരണഗതിയിൽ മഴ ലഭിച്ചത് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് മഴ കൂടുതൽ ശക്തിപ്പെടും, കൂടുതൽ മഴ ലഭിക്കുമെന്ന തരത്തിലൊക്കെ കാലാവസ്ഥാ കേന്ദ്രങ്ങളുടെ പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അത്തരമൊരു സാഹചര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. സാധാരണയിലും കുറവ് മഴ മാത്രമാണ് ഇത്തവണ ലഭിച്ചത്. ഈ വർഷത്തെ മൺസൂണിൽ മഴ താരതമ്യേന വളരെ കുറവാണ് ലഭിക്കുന്നത് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും പ്രളയ സാധ്യത വരെ ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ കേന്ദ്രങ്ങൾ പ്രവചിച്ചിരുന്നു. എന്നാൽ അത്തരമൊരു പ്രശ്നങ്ങളിലേക്ക് കടക്കുന്നില്ലെന്ന് വേണം മനസ്സിലാക്കാൻ.